ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിലെ എംബ്രോയ്ഡറിയും പ്രിന്റഡ് ആയിട്ട് വരുന്ന സൽവാർ സെറ്റാണ്. റേറ്റ് വന്നത് 1450 ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. നല്ല രസമായിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ്. സൈഡിൽ നമുക്ക് പ്രിന്റ് വരുന്നുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ്. സെൻറ്ററിൽ ഷിബോരി പ്രിന്റ് വരുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ബോർഡറും ലൈറ്റും ഡാർക്കർ ടോണിലേക്കാണ് ബ്ലൂവിൻ്റെ തന്നെ ഇത് വന്നേക്കുന്നത്. ടോപ്പ് പാറ്റേൺ വരുമ്പോൾ സെൻറ്ററിൽ ഫുള്ളായിട്ട് നമുക്ക് എംബ്രോയ്ഡറി, ഇതാണ് ക്ലോസർ ലുക്ക് വരുന്നത്. ഫുൾ എംബ്രോയ്ഡറി ചെയ്തേക്കുവാണ്. സൈഡിൽ നമുക്ക് പ്രിന്റഡ് ആയിട്ട് വന്ന എൻഡിലും നമുക്ക് ചെറിയ ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് പ്രിൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം സാറ്റിൻ സിൽക്കിൻ്റെ ബോട്ടം ആണ്. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാറ്റേൺ വന്നത്. ഈ പാറ്റേൺ നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു ലാവൻഡർ ടോൺ ആണ്. സെൻറ്ററിൽ ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ നല്ലൊരു എംബ്രോയ്ഡറി പാറ്റേൺ ചെയ്തിട്ട് രണ്ട് സൈഡിൽ പ്രിൻറ്റും സാറ്റിൻ സിൽക്കിൻ്റെ ബോട്ടവും ദുപ്പട്ടയാണ് ലൈറ്റർ ഡാർക്കർ ടോണിലേക്കാണ് ആ ഒരു ലാവൻഡറിൻ്റെ വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീൻ ടോണാണ്. അതിലും ഈ ഒരു എംബ്രോയ്ഡറി പാനൽ പാറ്റേണിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടാണ് ടോപ്പ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് ടോപ്പിൽ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു ഡിസൈൻ തന്നെ വരും. ഇങ്ങനെ ഡിസൈൻ വന്നിട്ട് ബാക്ക് സൈഡ് നമുക്ക് ഇങ്ങനെ ഫുൾ പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത്. ദാമൻ ഏരിയയിലേക്ക് ചെറിയൊരു ക്രോഷിയോടെ ലേസും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വരുന്ന സൽവാർ സെറ്റാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ദുപ്പട്ട വരുമ്പോൾ സെയിം കളർ ടോൺ തന്നെ. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വരുന്നത്. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടമാണ്. ഭംഗിയായിട്ടുള്ള ബേജ് കളർ ടോണിലാണ് ഈ ഒരു സെറ്റ് നമുക്ക് വരുന്നത്. സെയിം പാറ്റേൺ ലൈറ്റ് ഗ്രീൻ ടോണിലേക്കാണ് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത്.